ശബരിമലയില് നടന്നിരിക്കുന്നത് കളവാണ്, തട്ടിപ്പാണ്. ശബരിമലയിൽ ഭക്തന്മാർ സ്പോൺസർ ചെയ്ത് കൊടുത്ത സ്വർണം കട്ടെടുത്തിരിക്കുകയാണ്. ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും അറിവോടുകൂടി അവരേൽപ്പിച്ച ഇടനിലക്കാരന്റെ അറിവോടുകൂടിയാണ് പരസ്യമായി കട്ടെടുത്തിരിക്കുകയാണ്. എല്ലാ നിയമങ്ങളും ലംഘിച്ച് ഹൈക്കോടതിയുടെ അറിവില്ലാതെ 40 വർഷം വാറണ്ടിയുള്ള ഈ സ്വർണം 20 വർഷം കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോയി. അത് തിരിച്ചു വന്നപ്പോൾ സ്വർണം ഉണ്ടായിരുന്നില്ല, സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ദേവസ്വം ബോർഡിന്റെ തന്നെ അന്വേഷണത്തിൽ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. ആ കണ്ടെത്തിയ അന്വേഷണ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിട്ട് ഈ സ്വർണം കട്ടെടുത്തവരെ സഹായിക്കുകയായിരുന്നു ഇത്രയും നാൾ. അത് ഇതിനു മുമ്പുള്ള ദേവസ്വം ബോർഡും അതിനു മുമ്പുള്ള സർക്കാരും ഇപ്പോൾ ഉള്ള സർക്കാരും, അതായത് 1ാം പിണറായി സർക്കാരും 2ാം പിണറായി സർക്കാരും ഇതിന് പൂർണ്ണമായ ഉത്തരവാദിത്തമാണ്. 2 ദേവസ്വം മന്ത്രിമാർക്കും ഇതറിയാം, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും ഇതറിയാം. ഈ പ്രസിഡന്റും ഇതെന്തിനാണ് പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചത്? ഇതതിന്റെ പ്രിമൈസസിൽ തന്നെ, അതിന്റെ അവിടെ തന്നെയാണ് ഇത് ശരിയാക്കേണ്ടത്. അതില്ലാതെ ഇത് കളവ് നടത്താൻ ഇടനിലക്കാരൻ കൂട്ടുന്നിരിക്കുക. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി? ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് ഏൽപ്പിച്ചത് ആരാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പശ്ചാത്തലം എന്താണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയ്ക്ക് വേണ്ടി പണം പിരിക്കാൻ ആരാണ് അനുവാദം കൊടുത്തിട്ടുള്ളത്? ശബരിമലയുടെ പേരിൽ പണം പിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കൊണ്ടുപോയ സ്വർണ്ണം എങ്ങനെയാണ് ഇയാളുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയത്? എന്നിട്ട് ആർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്? അപ്പൊ ഇവരെല്ലാം ഇടനിലക്കാരാണ്, കളവാണ്, സ്വർണം കളവാണ് നടന്നിരിക്കുന്നത്. അയ്യപ്പനെ പറ്റിച്ച് കിലോ കണക്കിന് സ്വർണം അവിടെ നിന്ന് അടിച്ചു മാറ്റിയിരിക്കുന്ന തട്ടിപ്പാണ്, ക്രിമിനൽ കേസാണ്. കോടതിയുടെ നിരീക്ഷണമാണ് ഞാൻ ഈ പറയുന്നത്. കോടതിയുടെ നിരീക്ഷണം ഞാൻ വേറെ എന്റെ ഭാഷയിൽ ഞാൻ പറഞ്ഞതാണ്. കോടതിയുടെ നിരീക്ഷണം നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഇറഗുലാരിറ്റീസ് നടന്നിട്ടുണ്ട്. കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു, അവിടുന്ന് ചെന്നൈയിലേക്കൊന്നും കൊടുത്തുവിടാൻ പാടില്ലായിരുന്നു. തിരിച്ചു വന്നപ്പോൾ സ്വർണത്തിന്റെ അളവ് കുറച്ചിട്ടുണ്ട്. അത് അപ്പോൾ നടത്തിയ ആ മെഷർമെന്റിൽ അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നിട്ടത് പുറത്താകാതെ ഈ സ്വർണം കട്ടെടുത്ത ആളുകളെ സംരക്ഷിക്കും. അവർക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ടാവും, അവർക്ക് അതിന്റെ വീതം കിട്ടുന്നുണ്ടാവും. അതാണ് നടന്നിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇന്നലെ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു GST തട്ടിപ്പിനെ പറ്റി. അതായത് നിരപരാധികളായ സാധാരണക്കാരായ മനുഷ്യരുടെ പേരിൽ വ്യാജ GST രജിസ്ട്രേഷൻ എടുത്ത് 1100 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തി 200 കോടി രൂപ സ്റ്റേറ്റ് എക്സെക്യൂട്ടീവ് നഷ്ടം വരുത്തി. പൂനെ ഇന്റലിജൻസ് അറിയിച്ചിട്ടാണ് ഇതില് ഒരു കാർട്ടലിന്, ഒരു സംഘത്തിന് മനസ്സിലായത്. ഗവൺമെന്റ് ചെയ്ത ആകെ നടപടി ആ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ മാത്രമാണ്. 2025 ഫെബ്രുവരിയിൽ കിട്ടിയ വിവരമാണ്. ഇന്ന് ധനകാര്യമന്ത്രി അതിന് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറി. ധനകാര്യമന്ത്രി അതിന് മറുപടി പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് പാവപ്പെട്ട ആളുകളുടെ പേരിൽ കള്ള GST രജിസ്ട്രേഷൻ എടുത്ത് 1100 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തി 200 കോടി രൂപ സംസ്ഥാന ഖജനാവിന് നഷ്ടപ്പെട്ട കേസ് അറിഞ്ഞിട്ടും, ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോഴല്ലേ ഇന്നലെ എല്ലാവരും അറിയുന്നത്, ഇത്ര 8 മാസമായിട്ടത് മൂടിവെച്ചു. എന്തിനു മൂടിവെച്ചു? എന്നിട്ട് ഈ പാവപ്പെട്ട ആളുകളെ ഗവൺമെന്റ് അറിയിച്ചില്ല, GST വകുപ്പ് അറിയിച്ചില്ല. നിങ്ങളുടെ പേരിൽ ഇങ്ങനെ വ്യാജ രജിസ്ട്രേഷൻ എടുത്ത് നിങ്ങളുടെ പേരിൽ തട്ടിപ്പ് നടത്തിയെന്ന് അറിയിച്ചില്ല. ഈ 1100 കോടി രൂപയുടെ വ്യാജ തട്ടിപ്പിനെ കുറിച്ച് അന്വേഷണം നടത്തിയില്ല. GST രജിസ്ട്രേഷനിലുള്ള ന്യൂനതകൾ പരിഹരിച്ചില്ല. എല്ലാ വൃത്തികേടുകൾക്കും ധനകാര്യ വകുപ്പ് കൂട്ടുനിൽക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടക്കുന്നത്. GST വകുപ്പിലെ ചില CPM നേതാക്കളായ ചില ആളുകളെ താക്കോൽ സ്ഥാനത്ത് വെച്ച് അവരെ കൊണ്ടാണ് ഈ അഴിമതി നടത്തിയിരിക്കുന്നത്. ഈ അഴിമതിയിലും GSTയിലെ ഒരു വിഭാഗം ആളുകൾക്ക് പങ്കുണ്ട്. അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അന്വേഷണം വേണ്ടാന്ന് തീരുമാനിച്ചിരിക്കുന്നത്. വ്യാജ രജിസ്ട്രേഷൻ എടുത്ത് 1100 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി 200 കോടി രൂപ സംസ്ഥാന ഖജനാവിന് നഷ്ടം വരുത്തിയൊരു കേസിൽ അന്വേഷണം വേണ്ടെന്ന് ആരാണ് തീരുമാനിച്ചത്? ഈ പാവപ്പെട്ടവരെ അറിയിക്കണ്ട. നിങ്ങളുടെ പേരിൽ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല. ആരുടെ പേരിലും ഈ LCT ബില്ല് നോക്കിയും പഞ്ചായത്തിലെ ഡീറ്റെയിൽസ് നോക്കിയും ഡാറ്റ തട്ടിപ്പ് കൂടിയാണ് നടത്തിയിരിക്കുന്നത്. ഡേറ്റ തട്ടിപ്പും ടാക്സ് തട്ടിപ്പും കൂടിയാണ് നടത്തിയിരിക്കുന്നത്. മന്ത്രിക്ക് മറുപടിയില്ല. ഞങ്ങൾ ചോദിച്ച 4 കാര്യങ്ങൾക്ക് മന്ത്രിക്ക് മറുപടിയില്ല, ധനകാര്യമന്ത്രിക്ക് മറുപടിയില്ല. ഒരുപാട് കേസ് GST എടുത്തിട്ടുണ്ടെന്ന് അവർ, അതല്ലല്ലോ ഇതിന്റെ മറുപടി. ഇത് ഒരു കേസാണ്. പൂനെ ഇന്റലിജൻസ് അറിഞ്ഞ GST ഇന്റലിജൻസ് അറിഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ അറിഞ്ഞത്. ഇതുപോലെ ആയിരക്കണക്കിന് വ്യാജ രജിസ്ട്രേഷൻ ഉണ്ട്. അതിനെക്കുറിച്ച് ഒന്നും അന്വേഷിക്കുന്നില്ല. ഗുരുതരമായ ക്രമക്കേടുകളാണ് GSTയിൽ നടക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടക്കുന്നത്. പിന്നെ എങ്ങനെയാണ് സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിക്കുന്നത്? മറ്റ് സംസ്ഥാനങ്ങളുടെ നികുതി വർധനവ് നല്ല തോതിൽ മുമ്പോട്ട് പോകുമ്പോൾ കേരളത്തിൽ അത് താഴോട്ട് പോവാണ്.
വ്യാപകമായ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ്, തട്ടിപ്പുമാണ് GST നടക്കുന്നത്. ഇഷ്ടം പോലെ ആളുകൾ കേരളത്തിൽ കൊണ്ടുവന്ന് സാധനങ്ങൾ വിൽക്കുകയാണ് ടാക്സ് കൊടുക്കാതെ. അതൊന്നും പിടിക്കാൻ GST ഒന്നും ചെയ്യുന്നില്ല. കുറെ കേസ് എടുത്തു, ആ കേസ് പോലും കൃത്യമായി നടത്തുന്നില്ല. ഒരു പ്രോസിക്യൂട്ടറെ പോലും GST വെച്ചിട്ടില്ല, സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ പോലും വെച്ചിട്ടില്ല.